നിന്റെ മനസ്സ് തളർന്നു പോകാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ജീവിതം മുന്നോട്ട് വയ്ക്കരുത്, ജീവിതം മുന്നോട്ട് നയിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ മൗനം പാലിക്കണം കേട്ടോ. കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെ മൗനം പാലിക്കാനായിട്ട് പരിശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, തെറ്റ് ചെയ്തതല്ല കേട്ടോ കുറ്റപ്പെടുത്തുക. ആ തെറ്റ് ആരാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവരാണ് നിന്നെ കുറ്റപ്പെടുത്തുക കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ഒരിക്കൽ നീ നിന്നെ തന്നെ സ്വയം വിലയിരുത്തരുത് കേട്ടോ. കാരണം കുറവില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഒറ്റ ആളുമില്ല. എല്ലാം തികഞ്ഞവരാരും എല്ലാവർക്കും ഒന്നിലും മറ്റൊരു കുറവ് എല്ലാ മനുഷ്യനുണ്ട് കേട്ടോ. മനുഷ്യനായ ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നമില്ലാത്തൊരു ഒരാൾക്കും എത്ര ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിന് സധൈര്യം നേരിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. തളർന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കുകയുള്ളൂ, ഉറപ്പാണ്. പക്ഷെ തളർന്നു പോകാതെ ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എനിക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നീട് കിട്ടും, ഞാൻ നേടിയെടുക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ വീണോ ആ വീണത്ത് കിടക്കാതെ അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് പോയി ആ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് കാര്യം ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ നിങ്ങളത് സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഇന്ന് നിൻ്റെ സാഹചര്യം വളരെ മോശമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാഹചര്യം ഓർത്ത് നീ ഒത്തിരി വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും. നീ അത് കാര്യമായിട്ട് എടുക്കരുത്. നിന്നിൽ സത്യമുണ്ടെങ്കിൽ, നിൻ്റെ മനസ്സിൽ നിൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ, നീ ഏത് സാഹചര്യം ഓർത്താണോ കാര്യമുണ്ടായത് അതേ സാഹചര്യം ഓർത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവം വരും. നീ എത്ര പടുകുഴി വീണാലും നീ അവിടെ വീണിടത്തുനിന്ന് കിടക്കാതെ, നിന്നെ തമ്പുരാൻ അവിടെ കിടത്താതെ, നിന്നെ തമ്പുരാൻ കരം പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് നീ ഏതിനാണ് വേദനിപ്പിച്ച് അതേ സാഹചര്യത്തിൽ നിന്നെ ചിരിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ ദൈവം നിന്നെ അവസരം ഒരുക്കും. ഉറപ്പാണ്. നിനക്ക് വിശ്വാസമില്ലേ? കാരണം കർത്താവിനെ കൂടെ നടക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും കർത്താവ് തക്ക സമയത്തെല്ലാം പ്രവർത്തിച്ചിരിക്കും. ഒരിക്കലും കർത്താവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവനെ വീണത്തിന് കിടക്കാൻ തമ്പുരാൻ അനുവദിക്കുമോ? ഇല്ല, ഒരിക്കലും അനുവദിക്കില്ല. ദൈവം നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തും കേട്ടോ. നിന്നെ സന്തോഷിപ്പിക്കാൻ തമ്പുരാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കും.